നമസ്കാരം. സിൽവർ ലൈനിൽ തടസ്സവാദങ്ങളുമായി റെയിൽവേ രംഗത്ത്. സിൽവർ ലൈനിനായി ഭൂമി വിട്ടു നൽകിയാൽ കേരളത്തിലെ റെയിൽവേ വികസനം സാധ്യമാകില്ല എന്ന് ദക്ഷിണ റെയിൽവേ നിലപാടെടുത്തു. കേന്ദ്ര റെയിൽവേ ബോർഡിനെ ഇത് അറിയിച്ചു. സിഗ്നലിംഗ്, പുതിയ ലൈൻ, ക്വാർട്ടേഴ്സ് തുടങ്ങിയവയെല്ലാം കേരളയിൽ ബാധിക്കുമെന്നുള്ളതാണ് ദക്ഷിണ റെയിൽവേയുടെ നിലപാട്. റെയിൽവേയുമായി ആശയവിനിമയം നടത്താതെയാണ് സിൽവർ ലൈൻ അലൈൻമെന്റ് അന്തിമമാക്കിയതെന്ന് ദക്ഷിണ റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കേരളയിൽ ഉപേക്ഷിക്കുമോ? സിൽവർ ലൈൻ പദ്ധതി നടക്കില്ല എന്ന് ഉറപ്പായോ? റെയിൽവേ പിന്മാറുന്നോ? റെയിൽ ബോർഡ് അനുമതി നൽകുമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ എം പ്രകാശൻ മാസ്റ്റർ CPM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP, ശ്രീ ബാബുരാജ് സമരസമിതി എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, കേരളയിൽ വരും കേട്ടോ എന്നായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേരളയിൽ വരില്ല കേട്ടോ എന്ന് മാറ്റാറായോ? ഇന്ന് മനോരമയിലാണ് ഇത് സംബന്ധിക്കുന്ന വാർത്ത പ്രധാനമായിട്ട് വന്നത്. എന്തോ കേരളത്തിന് ഒരു വലിയ നേട്ടം കിട്ടിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് സിൽവർ ലൈനിന് റെഡ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ആദ്യ പേജിൽ തന്നെ മനോരമ പ്രസിദ്ധീകരിച്ചത്. എന്താണ് കേരളയിൽ നഷ്ടമായതുകൊണ്ട് മനോരമക്കും അതുപോലെ കേരളയിൽ നിൽക്കുന്ന ആളുകൾക്ക് ലാഭം ഉണ്ടാകുന്നത് എന്നെനിക്കറിയില്ല. എന്നാൽ ഇത് ഇപ്പോൾ ഒക്ടോബർ 21 കേന്ദ്ര റെയിൽവേ ബോർഡിന് കത്തയച്ച വിവരം വെച്ചിട്ടാണല്ലോ മനോരമ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷവും നമ്മുടെ പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അതെന്തോ മനോരമക്ക് മനസ്സിലാക്കാനായില്ല എന്നുള്ളതാണ് ഈ വാർത്തക്ക് ആധാരം. ഇപ്പോഴും കേരളയിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലക്കുള്ള റെഡ് സിഗ്നൽ കേരളത്തിന് കൊടുത്തിട്ടില്ല റെയിൽവേ ബോർഡ്. ഇപ്പോൾ 1/11/23 എന്ന് പറയുന്നത് ഒക്ടോബർ 21 ശേഷമാണല്ലോ. 1/11/23 കേന്ദ്ര റെയിൽവേ ബോർഡ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് മറുപടി സമർപ്പിക്കുന്നതിന് വേണ്ടി ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെട്ടൊരു കത്തയച്ചിട്ടുണ്ട്. മനോരമക്ക് അതറിയുമോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം 2/11/23 തൊട്ട ദിവസം ഈ കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ദക്ഷിണ റെയിൽവേ അതിൻ്റെ പാലക്കാട്, തിരുവനന്തപുരത്തുള്ള ഡിവിഷണൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ നവംബർ മാസം 29 പാലക്കാട് ഡിവിഷനിൽ ഇത് സംബന്ധിക്കുന്ന ചർച്ച നടന്നു. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരം ഡിവിഷനിൽ ഡിസംബർ മാസം 7 കേരള അധികാരികളുമായിട്ട് അവിടുത്തെ ഡിവിഷണൽ മാനേജർ ചർച്ച ചെയ്തു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ 13/12/23 കേരളയിൽ വളരെ വിശദമായ നിലക്കുള്ള ഒരു മറുപടി ഈ കാര്യം സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത മറുപടി അവർ റെയിൽവേ ബോർഡിന് കൊടുത്തോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും റെയിൽവേ ബോർഡിൻ്റെ നേരത്തെയുള്ള ഒരു ദക്ഷിണ റെയിൽവേ ബോർഡ് ഡിവിഷൻ ഓഫീസിൻ്റെ നേരത്തെയുള്ള നില പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് അയക്കുമെന്ന് പറയാൻ കഴിയില്ല. ആ മറുപടിക്കകത്ത് ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ നിലക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. റെയിൽവേയുടെ ഒരു ഭൂവികസന പരിപാടികളെയും ബാധിക്കുന്നതല്ല, എല്ലാം കണക്കിലെടുത്തിട്ടുണ്ട്. DPRൽ റെയിൽവേ ഭൂമി വിനിയോഗത്തിൽ നിലവിലുള്ള വ്യവസ്ഥകളുണ്ട്, അതെല്ലാം പാലിച്ചിട്ടുണ്ട്. അതുപോലെ അന്തിമഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതിൽ വരുത്തുന്നതാണ്. നിലവിലെ ട്രാക്കിൽ നിന്ന് 7.8 മീറ്റർ അകലം എല്ലാ റെയിൽവേ ട്രാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. പാലത്തിൻ്റെ ഭാഗത്ത് നിയമാനുസൃതമായിട്ടുള്ള അകലം പാലിച്ചിട്ടുണ്ട്. പിന്നെ എലത്തൂരിൽ, അതുപോലെ തന്നെ കോഴിക്കോട്, അവിടെയെല്ലാം ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങൾ സംബന്ധിച്ച് കൃത്യമായ നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ഹില്ലടക്കം. പിന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആ കാര്യം നമ്മൾ തീർക്കാവുന്നതാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൊളിക്കുകയാണെങ്കിൽ അതിൻ്റെ ബദൽ സംവിധാനം ഞങ്ങൾ തന്നെ കേരളയിൽ തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വിവരം വെച്ചാണ് ഇതിന് റെഡ് സിഗ്നൽ കിട്ടി എന്നുള്ള കാര്യം മനോരമ പറയുന്നത് എനിക്കറിയില്ല. അല്ല, അവിടെ ഇതുവരെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ റെയിൽ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള സംയുക്ത സംരംഭമാണല്ലോ ഈ സിൽവർ ലൈൻ. അപ്പോൾ ഈ സംയുക്ത സംരംഭത്തിലെ ഒരു പങ്കാളിയായ റെയിൽവേയുടെ ഇവിടുത്തെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന ദക്ഷിണ റെയിൽവേ ഖണ്ഡിതമായി അവരുടെ അഭിപ്രായം പറയുകയാണ്. ഇതൊരു വിവരാവകാശ രേഖയാണ്. ദക്ഷിണ റെയിൽവേ ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് റെയിൽവേ ബോർഡിന് കൊടുത്ത അവരുടെ സംബന്ധിച്ച് അവരുടെ നിലപാട് ഇപ്പോൾ വിവരാവകാശം വഴി പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോഴത് വാർത്തയാകുന്നത്. അപ്പോൾ ദക്ഷിണ റെയിൽവേയെ സംബന്ധിച്ച് അവരുടെ കൺസേൺസ് പറയുന്നു, അവരുടെ താല്പര്യമില്ലായ്മ പറയുന്നു. എന്തായാലും റെയിൽവേ ബോർഡാണല്ലോ ഈ പദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആ പദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ട റെയിൽവേ ബോർഡിന് മുൻപിൽ ദക്ഷിണ റെയിൽവേക്ക് താല്പര്യമില്ല എങ്കിൽ ഇതെങ്ങനെ നടപ്പാകും? അല്ല, ഞാനതാ പറഞ്ഞത്,
ഇവിടെ ദക്ഷിണ റെയിൽവേയുടെ ആളുകളും കേരളയിലും ചേർന്നാണ് ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെടുന്നത്. റെയിൽവേ ബോർഡ് ഇത് സംബന്ധിച്ച് കേരളയിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കണം. കേരളയിലും ദക്ഷിണ റെയിൽവേ അധികാരികളും സംയുക്തമായിട്ടാണ് ഈ പറയുന്ന പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ കത്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച വിഷയങ്ങൾ, നിങ്ങൾ ഉന്നയിച്ച ദക്ഷിണ റെയിൽവേ കത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്ന കാര്യം സംബന്ധിച്ച് പരിശോധിക്കണം എന്ന് റെയിൽവേ ബോർഡ് ആവശ്യപ്പെടുന്നത്. ദക്ഷിണ റെയിൽവേ അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ കത്തയക്കുന്നത് 1/11/23 ഒക്ടോബറിന് ശേഷമാണല്ലോ നവംബർ വരിക. 1/11/23 കത്തയക്കുന്നു. 2/11/23 ഇതേ ദക്ഷിണ റെയിൽവേ ഈ കാര്യം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെയും അതുപോലെ പാലക്കാടെയും ഡിവിഷണൽ മാനേജർമാരോട് ആവശ്യപ്പെടുന്നു. അവർ കേരളയിലുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്തതിന് ശേഷമുള്ള റിപ്പോർട്ട് വിശദമായിട്ട് കേരളയിൽ കൊടുത്തിരിക്കുന്ന ദക്ഷിണ റെയിൽവേക്ക്. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന ദക്ഷിണ റെയിൽവേ ഇത് പൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയത്? കേരളത്തിലൊരു പദ്ധതി തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇത്ര സന്തോഷിക്കാൻ എന്താണുള്ളത്? ഇതുവരെയും ദക്ഷിണ റെയിൽവേ അങ്ങനെ പൂർണ്ണമായിട്ടും ആ കാര്യം അവസാനിപ്പിച്ചിട്ടില്ല. പിന്നെ അവസാനിപ്പിക്കുന്നത് ദക്ഷിണ റെയിൽവേ അല്ലല്ലോ, അവസാനിപ്പിക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഈ കഴിഞ്ഞ 2022 ആഗസ്റ്റ് 26 ഈ സംബന്ധിക്കുന്ന എല്ലാ റിപ്പോർട്ടും കേരളത്തിൽ കൊടുത്തു. എത്ര കഴിഞ്ഞിട്ടാണ് ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് കൊടുത്തതെന്നറിയോ? അത് കൊടുക്കാൻ 14 മാസം എടുത്തു. ഇതിനിടയിൽ 2 തവണ കേന്ദ്ര റെയിൽവേ ബോർഡ് റിമൈൻഡർ അയച്ചു. ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. 2023 ജൂൺ 15 ദക്ഷിണ റെയിൽവേക്ക് റിമൈൻഡർ അയച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 16 വീണ്ടും റിമൈൻഡർ അയച്ചിട്ടുണ്ട്. ആ റിമൈൻഡറിന് മേലെയാണ് ഒക്ടോബർ 21 കത്ത്. ഒക്ടോബർ 21 കത്തിന് മേലെ നവംബർ 1 വീണ്ടും റെയിൽവേ ബോർഡ് കത്തയക്കുന്നു. അതിന് മേലെ വീണ്ടും പരിശോധന നടത്തിയിരിക്കുന്നു. ഇപ്പോൾ റെയിൽവേ ബോർഡിന് യാതൊരു നിലക്കും ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ റെയിൽവേ ബോർഡ് കത്തയക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിങ്ങൾ ഉന്നയിച്ച ദക്ഷിണ റെയിൽവേ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് എങ്ങനെ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരമുണ്ടാക്കാം ഈ സംബന്ധിച്ച കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദക്ഷിണ റെയിൽവേയോട് ഈ കത്തിന് ചെലവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. മനോരമയ്ക്ക് അറിയില്ല, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് അവസാനിച്ച് കാണണം എന്നാണ് ആഗ്രഹം. ഇത് കാണാതിരിക്കോ എന്നുള്ളതല്ല, ഇപ്പൊ നടക്കുന്നത് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോ എന്തെങ്കിലും ആക്ടിവിറ്റി ഇക്കാര്യത്തിൽ പന്ത് കൃത്യമായും റെയിൽവേ ബോർഡിന്റെ കോർട്ടിലാണ് എന്ന് പറയാം. അതിനപ്പുറത്ത് ഇത് ഒരു അനുമതി കിട്ടിയാലല്ലേ നടക്കൂ. അതെങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മള് നടക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ നടക്കുമെന്നുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ റെയിൽവേ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം, ആരാണ് സംസ്ഥാനങ്ങൾക്ക് ഈ തരത്തിലുള്ള അതിവേഗ ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം എന്ന നിലപാടെടുത്തത്? അത് റെയിൽവേ ആണ്. റെയിൽവേ ഇങ്ങോട്ട് കേരളത്തോട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആവശ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ റെയിൽവേയുടെ ആവശ്യപ്രകാരം രൂപം കൊടുക്കപ്പെട്ട അല്ലെങ്കിൽ ആലോചിക്കപ്പെട്ട പദ്ധതി, അതനുസരിച്ച് സംയുക്ത കമ്പനിയുടെ രൂപീകരണവും പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് റെയിൽവേ ആണ്, അല്ലെങ്കിൽ കേന്ദ്രമാണെന്ന് പറയാം. റെയിൽവേ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്രമാണ് ഈ പറഞ്ഞ കാര്യം പ്രപ്പോസ് ചെയ്തത്. സംയുക്ത കമ്പനി രൂപീകരിക്കണം, എന്നിട്ട് സംസ്ഥാനത്തിനകത്ത് ഈ SPV വഴി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള ധനസമാഹരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്തത് അവിടെ നിന്നാണ്, മുകളിൽ നിന്നാണ്. ഇവിടുന്ന് അങ്ങോട്ട് സജഷൻ കൊടുത്തതല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് സജഷൻ തന്നാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്, ഇത് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇതൊക്കെ കുറേ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. ഇപ്പം എന്തായാലും അത് കേരളം കൊടുത്തതല്ല കേരയിൽ, കേന്ദ്രം കൊടുത്തതാണ് കേരയിൽ എന്ന് പറയുന്ന ആ ഒരു സമീപനം കൊള്ളാം. പക്ഷേ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്നൊരു പഴമൊഴിയുണ്ട്. ഈ അരസമ്മതം വെച്ചിട്ട് അപ്പം വിറ്റു ഗോവിന്ദൻ. പാവപ്പെട്ടവരുടെ അടുക്കളയിലും കക്കൂസിലും ഒക്കെ കയറി കുറ്റിയടിച്ചു പിണറായി വിജയൻ്റെ പോലീസും പീരങ്കിപ്പടയും. 21 കോടി രൂപ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യണം. എന്തായാലും മഞ്ഞക്കുറ്റി അടിക്കാൻ കോടിക്കണക്കിന് രൂപ എൻ്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തു. ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്? കേന്ദ്ര റെയിൽവേ കുറ്റി അടിച്ചോളം പറഞ്ഞോ? കേന്ദ്ര റെയിൽവേ നിങ്ങൾ മഞ്ഞക്കുറ്റി അടിച്ചോളൂ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീടുകളിലെ മൂത്രപ്പുരയിലും അടുക്കളയിലും അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും അവരുടെ വീടിൻ്റെ ഉമ്മറത്തും ഒക്കെ നിങ്ങൾ കുറ്റി അടിച്ചോളാം റെയിൽവേ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ റെയിൽവേയുടെ ഒന്നും പേര് പറയണ്ട. ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്നറിയാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നടക്കാം അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു ശ്രമം തുടങ്ങാം എന്ന് കണ്ടാൽ അതിൻ്റെ പേരിൽ ഇവിടെ വ്യാപകമായിട്ടുള്ള മറ്റു പല മാസപ്പടി പരിപാടികളും ചെയ്യാം.
അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് വികസനത്തോടുള്ള താല്പര്യമൊന്നുമല്ല. വികസനത്തോടുള്ള താല്പര്യമാണെങ്കിൽ നമുക്ക് ജലഗതാഗതത്തെ ത്വരിതപ്പെടുത്താമല്ലോ. വികസനത്തോടുള്ള താല്പര്യമാണെങ്കിൽ മറ്റു പലതും ചെയ്യാം. അതിനോടുള്ള താല്പര്യമൊന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ശബരിമല പാത അതിൻ്റെ 50% കേരളം എടുക്കണം എന്ന് പറഞ്ഞു. കേരളം നിഷേധിച്ചല്ലോ, തരാൻ പറ്റില്ല എന്നല്ലേ പറയണേ ഇപ്പോൾ. അപ്പോൾ വികസനമാണ് ലക്ഷ്യമെങ്കിൽ നാം എടുക്കേണ്ട സമീപനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. പിന്നെ ഒരു വികസനവും കേരളം പോലെയുള്ള ജനസാന്ദ്രത വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് ഏത് വികസന പ്രവർത്തനങ്ങൾ എടുക്കുമ്പോഴും അതിന് സാങ്കേതികമായും പാരിസ്ഥിതികമായും സാമ്പത്തികമായും സാമൂഹികമായും മാനുഷികമായും അത് എങ്ങനെയാണ് അതിൻ്റെ പരിവർത്തനങ്ങൾ, അതിൻ്റെ വ്യതിചലനങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് കൃത്യമായി പഠനം നടത്തണ്ടേ? ഒരു പഠനവും നടത്താതെ, ഒരു പഠനവും ശാസ്ത്രീയമായി ചെയ്യാതെ എന്തൊക്കെയോ അവിടെ ഇവിടെ തക്കട തരികട ചെയ്ത് റെയിൽവേ ബോർഡിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ വളരെ കൃത്യമാണ്, റെയിൽവേ ബോർഡ് അത് നിഷേധിച്ചു, തിരസ്കരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, വികസനം ഉണ്ടാവണം. അത് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറിയിട്ടല്ല, സാധാരണക്കാരൻ്റെ അടുക്കളയിലും കക്കൂസിലും മറ്റേ കുറ്റി കുത്തിയിട്ടല്ല, സാധാരണക്കാരനെ ഇല്ലാതാക്കിയിട്ടല്ല. വികസനം ഉണ്ടാക്കണം. ആ വികസനം BJPയുടെ ലക്ഷ്യമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. പക്ഷെ അത് പാവപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് വരുമ്പോൾ അത് അവരുമായി സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതിന് പകരം ആളുകളെ പോലീസിൽ വിട്ട് അടിച്ച് ഓടിച്ച് അവരുടെ എല്ലൊടിച്ച് അവരുടെ വീട് തകർത്ത് അവരുടെ വീടിനുള്ളിൽ കുറ്റി വെച്ച് കെട്ടി ഈ സമീപനമൊന്നും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കില്ല, റെയിൽവേ അംഗീകരിക്കില്ല. അരസമ്മതനം മാത്രമേ ഉള്ളൂ, മുഴുസമ്മതം ഇവർക്കൊരിക്കലും കിട്ടില്ല. ഇത് BJP അസന്നിഗ്ധമായി അന്ന് പറഞ്ഞതാണ്, അതേ വാക്ക് BJP ഇന്നും പറയുന്നു. ശരി, ഓക്കെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒന്നിപ്പോൾ 2021 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മൾ ഈ കേരളത്തിൽ മഞ്ഞക്കുറ്റിയിടലും അതേ തുടർന്നുള്ള സംഘർഷവും ഒക്കെ കണ്ടത്. അതിനുശേഷം മെയ് മാസമാകുമ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, തുടർന്ന് നിന്നുപോയതാണ്. അതിനുശേഷം ആ വർഷം കഴിഞ്ഞു, ഇതിനിടയ്ക്ക് ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് നമ്മളിപ്പോൾ 2024 ജനുവരി 1-നാണ്. അപ്പോഴാണ് ഇങ്ങനെ ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കെ റെയിലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിൽവർ ലൈനെ സംബന്ധിച്ച് ഒരുപാട് സമയം പോയി, പക്ഷേ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുമതിയാണ്. ആ അനുമതി ഇല്ലാതെ, ആ അനുമതി കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ ഇതേക്കുറിച്ച് ഇനി എന്ത് ആലോചിക്കുന്നതിലും കാര്യമുണ്ട്? അഭിലാഷ, ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ട വിഷയം ഈ കെ റെയിൽ പദ്ധതി അഥവാ സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിന് 49% ഷെയറും സംസ്ഥാന സർക്കാരിന് 51% ഷെയറും ഉള്ള ഒരു പദ്ധതിയാണ് എന്ന് ഇത്തരുണത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മിസ്റ്റർ പ്രകാശൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ദക്ഷിണ റെയിൽവേയെ കുറ്റപ്പെടുത്തുകയും എന്നാൽ റെയിൽവേ ബോർഡിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ 49% ഷെയറുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതി വിഭാവനം ചെയ്യുകയും ഈ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുകയും ഈ പദ്ധതിയുടെ ഭാഗമായി ലാൻഡ് അക്വിസിഷൻ നടത്തുകയും ബാക്കി റെയിൽവേ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്തു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. DPR വരാത്തതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും അവസാനം DPR വന്നു. 3000-ലധികം പേജുള്ള ഒരു DPR നമുക്ക് കിട്ടി. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ചർച്ച ചെയ്തു. ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് ദക്ഷിണ റെയിൽവേയും കെ റെയിൽ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു സർവേ അഥവാ ഒരു ജോയിൻറ്റ് സർവേയുടെ ഭാഗമായി അവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നവംബറിലെയാണോ ഡിസംബറിലെയാണോ ജനുവരിയിലെയാണോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതാണോ ഒക്കെ പ്രസക്തമല്ല. ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് റെയിൽവേയുടെ പക്കലുണ്ടായിരിക്കെ ഈ 49% ഷെയർ ഹോൾഡർ കൂടിയായ റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകുന്നതിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൽവേ ലൈനുകളുടെ നിലനിൽപ്പിന് ബാധിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ പ്രപ്പോസൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഈ നിലവിലുള്ള റെയിൽവേ സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രപ്പോസലാണ് DPR ആണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് ദക്ഷിണ റെയിൽവേ ബോർഡിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടും തങ്ങൾക്ക് അവരുടെ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വരുമ്പോൾ നിങ്ങളെല്ലാം കേരളത്തെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണ്, നിങ്ങൾ വികസന വിരോധികളാണ്, ഞങ്ങൾ മാത്രമേ വികസനത്തിന് ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള പ്രകാശൻ്റെ വാദഗതികൾ അതങ്ങ് കൈവച്ചിരുന്നാൽ മതി. കേരളത്തിൽ വികസനം നടത്തിയിട്ടുള്ളത് ആരാണെന്ന് ജനങ്ങൾക്കറിയാം. ഈ കെ റെയിലുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പൊതുവിലുള്ള പ്രതിഷേധം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തുല്യ പങ്കാളിത്തം അഥവാ 51% സംസ്ഥാന സർക്കാരിനും 49% റെയിൽവേക്കുമുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിലെ ഒരു പാർട്ട്ണർ തന്നെ
തങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, റെയിൽവേയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെയിൽവേയുടെ കൈവശമുള്ള ഭൂമി കൂടിയാണ് എന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തങ്ങളുടെ കൈവശമുള്ള ഭൂമിയെ സംബന്ധിച്ച് പോലും ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു ധൃതി പിടിച്ച് കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ അടുക്കളയിലേക്കും ഒക്കെ കയറി ബെഡ്റൂമിലും ഒക്കെ കയറി നിങ്ങൾ കുറ്റിയിട്ടത്? നിങ്ങൾ തമ്മിൽ പോലും പരസ്പരം വിശ്വാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് കയറി അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഈ സംസ്ഥാനത്ത് ക്രമസമാധാന നില പോലും തകർക്കത്തക്ക രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളുമായി പോലീസ് ഉൾപ്പെടെയുള്ളവർ, സർക്കാർ അധികാരികൾ ഉൾപ്പെടെയുള്ളവർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നത്. എന്തിനായിരുന്നു ഈ ധൃതി? ഇപ്പോഴും നിങ്ങൾ പറയുന്നു ഡേറ്റിനെ കുറിച്ചല്ല നമ്മുടെ മുമ്പിലെ തർക്കം. ഇങ്ങനെ റെയിൽവേക്ക് ഒരു ഒബ്ജക്ഷൻ ഉണ്ടോ? ആ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് കാരണം? ഇപ്പോൾ റെയിൽവേയെ സംബന്ധിച്ച് അതിൻ്റെ സ്പീഡിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം റെയിൽവേയെ സംബന്ധിച്ച് നിലവിലുള്ള റെയിൽവേയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത് റെയിൽവേയുടെ വേഗത കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് വന്ദേഭാരത് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേഗത കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾ ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം. അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടന്നു പോകുന്നു. റെയിൽവേയെ സംബന്ധിച്ച് സ്വാഭാവികമായും 4 റെയിൽവേ ട്രാക്കുകൾക്കുള്ള സ്ഥലം വിട്ടതിന് ശേഷം മാത്രമേ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാൻ കഴിയൂ. അപ്പോൾ അവരുടെ ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടാവില്ല, പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ എന്താ ഈ കേരയിൽ കോർപ്പറേഷൻ രൂപീകരിക്കുമ്പോൾ തന്നെ, അത് UDFൻ്റെ കാലത്താണ് രൂപീകരിച്ചത്, ശരിയാണ്. അന്ന് പിന്നെ യഥാർത്ഥത്തിൽ അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ശബരി റെയിലുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയായിരുന്നു ഒരു ലക്ഷ്യം. രണ്ടാമത്തേത് പിന്നെ നിലമ്പൂർ നഞ്ചങ്കോട് പാതയുമായി ബന്ധപ്പെട്ട പിന്നെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയെന്നായിരുന്നു. മൂന്നാമത്തേത് ഗുരുവായൂർ തിരുനാവായ എന്ന പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ കേരയിൽ പ്രോജക്റ്റ് ഇത്തരത്തിൽ അർദ്ധ പാതയുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതിയുമായി ബന്ധപ്പെട്ടാലും ശബരി പദ്ധതി ആൾമോസ്റ്റ് ഉപേക്ഷിച്ചതുപോലെയാണ്. ഗുരുവായൂർ തിരുനാവായ പദ്ധതിയെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കുള്ള പുതിയ പ്രോജക്റ്റിനെ സംബന്ധിച്ചാലും അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്താനും DPR നടത്താനും ഒക്കെ റെയിൽവേ നേരിട്ട് ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ റെയിൽവേ അസൈൻ ചെയ്തിരുന്ന ഈ പറയുന്ന കേരളയുമായി ചേർന്നുകൊണ്ട് നടത്തിയിരുന്ന പല പദ്ധതികളിൽ നിന്നും കേരളയെ ഒഴിവാക്കിക്കൊണ്ട് റെയിൽവേ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഇവിടെ ഏറ്റെടുത്ത അഥവാ ഈ ജോയിൻറ്റ് വെഞ്ചറിൽ ചെയ്യാൻ ശ്രമിച്ച പദ്ധതിയിൽ നിന്ന് പിന്നെ റെയിൽവേ ഒരർത്ഥത്തിൽ ഒഴിവാകുന്നു, അഥവാ അവർക്ക് ലാൻഡ് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രപ്പോസൽ ഇനിയിപ്പോൾ എന്താ അവശേഷിക്കുന്നത്? 2 വരി ഈ പിന്നെ സെമി ഹൈ സ്പീഡ് ട്രെയിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 2 വരി പ്രത്യേകമായി കണ്ടെത്തക്ക രീതിയിലേക്ക് ലാൻഡ് അക്വിസിഷൻ നടന്നേ മതിയാവൂ എന്നാണ് ദക്ഷിണ റെയിൽവേയുടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എത്രത്തോളം പോകും? നോക്കൂ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. എത്രത്തോളം ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കൂടും? ഇവർ സർക്കാർ പറയുന്നത്, സംസ്ഥാന സർക്കാർ അഥവാ കേരളയിൽ പറയുന്നത് 63,941 കോടി രൂപയാണെങ്കിൽ നീതി ആയോഗ് പറഞ്ഞിട്ടുള്ളത് 1,25,000 കോടിയാണ് അന്നത്തെ പ്രോജക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഇനി കൂടുതൽ ലാൻഡ് അക്വിസിഷൻ വേണ്ടി വരുമെങ്കിൽ എത്ര കോടിയിലെത്തി നിൽക്കും? അങ്ങനെ ഒരു പ്രോജക്റ്റ് നടത്തിയാൽ ഇത് വയബിൾ ആണോ? ഇത് ഫീസിബിലിറ്റി ഉള്ളതാണോ? ഇതിൻ്റെ പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ? ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുക പ്രായോഗികമാണോ? ഇതിനെ സംബന്ധിച്ചൊന്നും വ്യക്തതയില്ലാതെയാണ് നാട്ടുകാരുടെ നെഞ്ചത്തിട്ട് കയറാൻ പിണറായി സർക്കാർ തയ്യാറായത് എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള റിപ്പോർട്ട്. ദക്ഷിണ റെയിൽവേയിൽ നിന്നും ഈ പറയുന്ന റെയിൽവേ ബോർഡിന് കൊടുക്കുന്ന കത്ത് അഥവാ അവരുടെ അവകാശവാദങ്ങൾ. ശരി, ശ്രീ ബാബുരാജ്, ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും കേരളയുമായി മുന്നോട്ട് പോകുമെന്ന് തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, മഞ്ഞ കുറ്റിയിടലുമൊക്കെ. പക്ഷേ അതിനുശേഷം അനുമതി കിട്ടട്ടെ എന്ന സമീപനത്തിലേക്ക് പോയി. അനുമതി കിട്ടിയാലേ തുടർ നടപടി ഉണ്ടാവൂ എന്നുള്ളത് 1.5 കൊല്ലം മുമ്പ് തീരുമാനിക്കുകയും പിന്നെ അത് നടപ്പാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ സംഭവ വികാസം അനുമതി കിട്ടില്ല, റെയിൽവേ ബോർഡിൽ നിന്ന് അനുമതി കിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി, നേരത്തെ പറഞ്ഞതുപോലെ റെഡ് സിഗ്നലായി നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ കേൾക്കാമോ? പറയാമോ? പറഞ്ഞോളൂ, കേൾക്കാം. അത് അങ്ങനെ കാണാൻ കഴിയില്ല. റെയിൽവേ ബോർഡിൻ്റെ പരിഗണനയിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ മെറിറ്റ് അവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒരു യൂണിയൻ സബ്ജക്റ്റാണ് റെയിൽവേ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്ററിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇന്ത്യയിൽ വളരെ സസ്റ്റൈനബിളായ, അഫോർഡബിളായ, എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ചീപ്പായ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് വലിയ ആഘാതങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അതിനെ വളരാൻ വിടാതെ, അതിൻ്റെ യാതൊരു വികസന സാധ്യതകളെയും അനുവദിക്കാതെ സിൽവർ ലൈൻ പോലെ ഒരു പ്രോജക്റ്റ്, അതായത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു 10% മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്നെങ്കിലും വന്നേക്കാവുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി വരുന്ന 70 വർഷത്തോളം
പ്രപ്പോസ് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേ സംബന്ധമായ എല്ലാ വികസന പദ്ധതികളും തള്ളിക്കളയണം, അത് ഉപേക്ഷിക്കണം എന്നുള്ളൊരു വാദഗതിയിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. നമുക്കറിയാം, ഇതിപ്പോൾ റെയിൽവേ ബോർഡിന് കൃത്യമായി ചില താല്പര്യങ്ങളുണ്ടാവും. റെയിൽവേ ബോർഡ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, സതേൺ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു എത്രയും വേഗം ഈ സിൽവർ ലൈൻ ഈ കേരള കോർപ്പറേഷനുമായി ചർച്ച നടത്തിയിട്ട് ഇക്കാര്യത്തിനകത്തൊരു കൺക്ലൂഷനിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് നമുക്കിത് വളരെ കൃത്യമല്ല. ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിലല്ലേ, അത് സ്വീകരിച്ചാലും സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ത്യൻ റെയിൽവേ എപ്രകാരം ബാധിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ. ഓരോ സ്റ്റേഷനുകളുടെ നടുവിലൂടെയാണ് അലൈൻമെൻറ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അടക്കം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാരണവശാൽ ഇത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമല്ലേ. 40 മീറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ 40 മീറ്റർ അടിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ, അതേസമയം അതിൻ്റെ റോറോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തിയേക്കുന്ന പ്രദേശം കൃത്യമായി റെയിൽവേയുടെ ഭാവി വികസനത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ. അതേപോലെ 7.8 മീറ്ററിൻ്റെ ഒരു കഥയൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ 7.8 മീറ്റർ വിട്ടിട്ടുള്ള ഭൂമി കൊടുക്കാമെന്നുള്ളൊരു പ്രപ്പോസൽ വന്ന കാലത്ത് ഇന്നത്തെ പോലെ 130 കിലോമീറ്റർ വേഗതയിൽ എല്ലാ ട്രെയിനുകളും ഓടിക്കുകയും ക്രമേണ ഇത് 160 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു പ്രോജക്റ്റ് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, വന്ദേ ഭാരത് പോലെ ഞാൻ വന്ദേ ഭാരതിൻ്റെ ഒരു രീതിശാസ്ത്രത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. മുഴുവൻ ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രെയിനുകളും ആ വേഗതയിലേക്ക് ഓടണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും ഞങ്ങളുടെ സമരസമിതിയിലുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇത് സാധ്യമാണ്. ഇതേ നിലവിലുള്ള ലൈനിൽ വലിയ ആഘാതങ്ങളൊന്നും സാമ്പത്തികമായ, സാമൂഹികമായ, മാനുഷികമായ ഏൽപ്പിക്കാതെ, വലിയ മാനുഷിക ദുരന്തങ്ങളൊന്നും സൃഷ്ടിക്കാതെ തന്നെ ഈ 130-160 കിലോമീറ്ററൊക്കെ വേഗത ഇവിടെ സാധ്യമാകുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ അടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും സബർബൻ റെയിൽവേ പോലെയുള്ള സംവിധാനങ്ങൾ ഓപ്പറേഷനിലായി. വളരെ ചീപ്പായി ഇന്ത്യൻ റെയിൽവേയിൽ സാധ്യമാകുന്ന 30-40 രൂപയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ കേവലം ഈ തിരുവനന്തപുരം, കാസർഗോഡ് എന്നുള്ള ഈ ഒരു ലക്ഷ്യത്തിൽ, ഈ പ്രോജക്റ്റിന് വേണ്ടി തന്നെ വിടാതെ പിന്തുടരുന്ന, അതിനു വേണ്ടി തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മനോഭാവത്തെ നമ്മൾ എന്താണ് കാണേണ്ടത്? അവരുടെ പ്രയോറിറ്റി എന്താണ് ഇതിനകത്ത്? എല്ലാ കാലവും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഇതൊരു കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രയോറിറ്റി ആവേണ്ടതല്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷമെന്ന് സ്വയം അവകാശപ്പെടുന്നവർ. ഇത്തരം ഒരു പദ്ധതി തന്നെ കടിച്ചു തൂങ്ങുമ്പോൾ കേരളത്തിൻ്റെ എത്ര ഒരു വികസന മാതൃകയാണ് അവർ ഇതിലൂടെ പ്രതീക്ഷിക്കാൻ പോകുന്നത്? കേരളം വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയി മാറാൻ പണ്ടൊന്നും അത് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവരുടെ മുദ്രാവാക്യം, ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും. മുഖ്യമന്ത്രിയുടെ ഈ കഴിഞ്ഞ യാത്രയിലും അദ്ദേഹം കണ്ടത് നിക്ഷേപങ്ങൾ നടത്താൻ ശേഷിയുള്ളവരെയാണ് പൗരപ്രമുഖന്മാരായിട്ട് പരിഗണിക്കുകയും അവരുമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇവർ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലുകൾ എന്താണ്? ഈ കേരളത്തിലെ സമൂഹത്തിൻ്റെ ക്രയശേഷി എഴുന്നള്ളിക്ക് മുമ്പോട്ട് ഈ സിൽവർ ലൈൻ പോലുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന എത്ര ശതമാനം ജനങ്ങൾ കേരളത്തിലുണ്ടാകുമെന്നുള്ളൊരു വിഷയമാണ് നിൽക്കുന്നു. മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേ സാധ്യമാകുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും മുഴുവൻ വികാസത്തെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പദ്ധതി കൊണ്ടുവരിക എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, റെയിൽവേ കുറച്ച് പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പരിഹരിച്ച് ഈ കാര്യം നടപ്പാക്കണം എന്നുള്ളതാണെങ്കിൽ എന്തൊക്കെ പരിഹരിക്കും? ഇപ്പോൾ ഈ 7.8 മീറ്റർ അകലത്തിൻ്റെ കാര്യം, സിൽവർ ലൈൻ്റെ ട്രാക്കും റെയിൽവേ ട്രാക്കും തമ്മിലുള്ള അകലത്തിൻ്റെ കാര്യം പറഞ്ഞു, അലൈൻമെൻറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത്തരം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞേക്കാം ഈ സ്റ്റേഷൻ്റെ കാര്യത്തിലടക്കം. പക്ഷേ വളരെ കാതലായ ഒരു പ്രശ്നം അവിടെ റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സിൽവർ ലൈൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതൊരു കേരളത്തിൽ മാത്രം, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാത്രമുള്ളൊരു സ്റ്റാൻഡ് അലോൺ പാത മാത്രമാണ്. അതിനെ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല. ആ മൗലികമായ പ്രശ്നം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അലോൺ പാത എന്തിന് എന്ന ചോദ്യം വരുന്നു. അപ്പോൾ റെയിൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയാത്ത ഈ പാത എന്ന വലിയ ഒബ്ജക്ഷൻ അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഈ വിഭാവനം ചെയ്ത സിൽവർ ലൈൻ്റെ രൂപരേഖ തന്നെ മാറ്റേണ്ടി വരും, അതിൻ്റെ അടിസ്ഥാനം തന്നെ മാറ്റേണ്ടി വരും, മീറ്റർ ഗേജ് എന്ന സമീപനത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അടിമുടി മാറ്റിയ ഒരു സിൽവർ ലൈനിനും സർക്കാർ സന്നദ്ധമാകേണ്ടി വരും, അല്ലേ? ഇവിടെ 3 കേരയിൽ വിരുദ്ധ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെന്ന് അജിംസ് മറക്കരുത്. നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ പറയുന്ന ആളുകൾ എന്താണ് പറയുക എന്നതിനെ പറ്റി അറിയാത്ത ആളുകളൊന്നല്ല നിങ്ങൾ. കേരളിൻ്റെ വിരുദ്ധ സമിതിയുടെയും BJPയുടെയും കോൺഗ്രസിനെ ആൾ പങ്കെടുപ്പിച്ചാൽ 3 പേര് ഒരു പക്ഷത്തും ന്യായമായിട്ട് കേരളത്തിന് വേണ്ടി വാദിക്കാൻ ഞാനുമാണ് എന്നുള്ള സത്യം നിങ്ങൾ വിസ്മരിച്ചേക്കരുത്. കേരളയിൽ ഇവിടെ ഈ പറയുന്ന ഹൈസ്പീഡ് റെയിൽവേ എന്ന് പറയുന്ന പദ്ധതി വേണമെന്ന് ആരാണ് തീരുമാനിച്ചത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്, നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ്. അതുപോലെ സംയുക്തമായിട്ട് റെയിൽവേക്ക് പദ്ധതികൾ ആരംഭിക്കാം സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്. ആരാണ് തീരുമാനിച്ചത്? നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇന്ത്യയിൽ 8 സ്റ്റേറ്റുകളിൽ ഹൈസ്പീഡ് റെയിൽവേ വന്നു.
ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഹൈസ്പീഡ് റെയിൽവേക്ക് വേണ്ടിയിട്ട് അതിന് DPR തയ്യാറാക്കാൻ ആ ഗവൺമെൻറ് തീരുമാനിക്കുകയും ഇത് ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് എന്ന് ഉമ്മൻചാണ്ടി തന്നെ പരസ്യമായിട്ട് പറയുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതിയെ നിങ്ങൾ അതിനെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുന്നതിന് ന്യായം എന്താ? ഇവിടെ നിങ്ങൾക്ക് പിന്നെ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ ചർച്ച നടന്ന് കേട്ടാൽ തോന്നുക റെയിൽവേ ബോർഡിൻ്റെ മേലെയാണ് ദക്ഷിണ റെയിൽവേ എന്നാണ്. അല്ലല്ലോ, റെയിൽവേ ബോർഡിൻ്റെ താഴെയല്ലേ ദക്ഷിണ റെയിൽവേ. ദക്ഷിണ റെയിൽവേ അയച്ചിരിക്കുന്ന ഒക്ടോബർ 21 കത്താണല്ലോ നിങ്ങളുടെ ചർച്ച. ഒക്ടോബർ ഇപ്പോൾ ഇതേ പറഞ്ഞ സമയമൊന്നും പ്രശ്നമല്ല, മാസം ഏത് അതെങ്ങനെ മാസം പ്രശ്നമല്ലാതിരിക്കുക. ഒക്ടോബർ 21 പ്രശ്നം എന്താണ്? കേരളത്തിലെ റെയിൽവേ ഓപ്പറേഷൻസിന്റെ ചുമതല ദക്ഷിണ റെയിൽവേ ആണ് ഇവിടെ ട്രെയിൻ ഓടിക്കുന്നത്. അജിംസ് അല്ല അഭിലാഷ്. ഇവിടെ ഇവിടെ ട്രെയിൻ ഓടിക്കുന്നത് റെയിൽവേ ബോർഡല്ല. ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ നേരിടും എന്ന് പറയേണ്ടത് ആരാണ്? അങ്ങനെ പറയല്ല, ഇതാ ഇന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട് എന്ന് റെയിൽവേ ബോർഡ് അറിയിക്കേണ്ടത് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇവിടെ ട്രെയിൻ റൺ ചെയ്യുന്ന ആളുകളല്ലേ. നിങ്ങളും കൂടി എല്ലാ മാതൃഭൂമി കൂടി ഈ പക്ഷത്താണോ? അതികൾ പറഞ്ഞാൽ മതി. ഇവിടുത്തെ സംസാരിക്കുമ്പോ നിങ്ങൾ പക്ഷത്തിന്റെ വശം തന്നെയാണ്. കേരളത്തിന് വികസനം LDF ഗവൺമെന്റ് കാലത്ത് നടന്നാൽ അതിൽ ഈ ഗവൺമെന്റ് തുടർച്ചയുണ്ടാക്കുമെന്ന് ഇവർക്കെല്ലാം അറിയാം. ഇപ്പോ NH ഇതുപോലെ വികസിച്ച കാലമുണ്ടോ? ജലപാത പൂർത്തീകരിക്കാൻ പോവാണ്. ഇവിടെ പറഞ്ഞല്ലോ ജലപാതയെ സംബന്ധിച്ച്. മലയോര ഹൈവേ പൂർത്തീകരിക്കാൻ പോവാണ്. തീരദേശ ഹൈവേ അതിന്റെ വർക്ക് ആരംഭിക്കുന്നു. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, കേരളയിൽ വന്നിരിക്കും. കേരളത്തിൽ ആരെല്ലാം തടഞ്ഞാലും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പദ്ധതിയിൽ റെയിൽവേ ബോർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? റെയിൽവേ ബോർഡാണ് ദക്ഷിണ റെയിൽവേക്ക് തീരുമാനിക്കാൻ കഴിയുമോ? കേരളയിൽ വേണോ വേണ്ടയോ? ദക്ഷിണ റെയിൽവേക്ക് തീരുമാനിക്കാൻ കഴിയുമോ? തീരുമാനിക്കേണ്ടത് കേന്ദ്ര റെയിൽ മന്ത്രാലയമാണ്. തീരുമാനിക്കുന്നത് റെയിൽവേ ബോർഡാണ്. റെയിൽവേ ബോർഡ് പറഞ്ഞിരിക്കുന്നു ഇത് പരിശോധിക്കണം. എപ്പോൾ? ഒക്ടോബർ 21 മറുപടിക്ക് ശേഷം 1/11 അവർ കത്തയച്ചിരിക്കുന്നു ദക്ഷിണ റെയിൽവേക്ക്. എന്താ കത്ത്? ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ഉന്നയിച്ച തടസ്സങ്ങൾ നിങ്ങൾ കേരളയിലുമായിട്ട് ചർച്ച ചെയ്യണം. ആ കത്തിന് മേലെ 2/11 ഡേറ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നവംബർ 2 അവർ കത്തയച്ചു. ആർക്ക്? പാലക്കാട് ഡിവിഷണൽ മാനേജർക്കും അതുപോലെ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർക്കും. അവർ കേരളയിലെ ചർച്ചയ്ക്ക് വിളിച്ചു. നവംബർ 29 ഡിസംബർ 7 ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാറ്റും മറുപടി കൊടുത്തു. കേരളത്തിലെ ഒരു വികസന കാര്യം തടയില്ല. അല്ലല്ല, ആ മറുപടി സ്വീകാര്യമാണോ അല്ലയോ എന്ന് ശ്രീ പ്രകാശ് മാഷ് നമുക്ക് പ്രവചിക്കാൻ കഴിയോ? അതാരെ തീരുമാനിക്കേണ്ടത്? അല്ല, അത് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. പക്ഷെ റെയിൽവേ ബോർഡ് തീരുമാനമെടുക്കണമെങ്കിൽ സദേൺ റെയിൽവേയുടെ ഒബ്ജക്ഷൻസ് എല്ലാം വേണ്ട, അതൊന്നും കുഴപ്പമില്ലാതെ തീരുമാനം എടുക്കാൻ റെയിൽവേ ബോർഡിന് പറ്റുമോ? നിങ്ങളെ സമ്മതം വേണോ? അല്ല, റെയിൽവേ ബോർഡ് തീരുമാനിക്കാൻ മാതൃഭൂമിയുടെ അനുവാദം വേണോ? വേണ്ട. സദേൺ റെയിൽവേ ഉയർത്തിയിട്ടുള്ള ദക്ഷിണ റെയിൽവേ ഉയർത്തിയിട്ടുള്ള കൺസേൺസ് ഒന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് റെയിൽവേ ബോർഡ് തീരുമാനം എടുക്കും. റെയിൽവേ ബോർഡ് ഫേവറബിൾ ആയ ഒരു തീരുമാനം എടുക്കുമെന്ന കാര്യത്തിൽ 100% ഉറപ്പെന്താണ് സർക്കാരിനും CPM-നും? എടുക്കില്ല നിങ്ങൾക്ക് ഉറപ്പ് ഇല്ല, ഒരു ഉറപ്പുമില്ല. ഒരു കാരണവശാലും അനുമതി കിട്ടില്ലെന്ന് വാദിച്ചില്ല. അതിന് വേണ്ടിയാ വാദിക്കുന്നേ. നിങ്ങൾ പറയുന്ന വാദം അതിനു വേണ്ടിയാണ്. ഇപ്പോൾ ആ വിഷയം സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേക്ക് വിശദമായി ഈ 2 ഡിവിഷൻ മാനേജർമാരുടെ കത്ത് കൊടുത്തിട്ടുണ്ട്. കേരളയിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. റെയിൽവേയുടെ ഒരു വികസന പരിപാടികളെയും കണക്കിലെടുക്കാതെയല്ല DPR. ഒരു വികസന പരിപാടിക്കും തടസ്സമുണ്ടാവില്ല. റെയിൽവേയുടെ ഭൂമി വിനിയോഗത്തിന് പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. ഈ കേരളിൻ്റെ ഇതിനകത്തുള്ള അസറ്റ് എന്താ? സ്ഥലമാണ്. റെയിൽവേയുടെ സ്ഥലമാണ്. അവിടെ 49% പണം ഈ പറയുന്ന കേരളിൻ്റെതാണ്. ഡിസൈനിൽ എന്തെങ്കിലും ഭാവിയിൽ മാറ്റം വേണമെങ്കിൽ അത് ചർച്ച ചെയ്താവാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ കോഴിക്കോട് എലത്തൂര് അവർ ഉന്നയിച്ച വിഷയമാണ്. അതുപോലെ വെസ്റ്റ് ഹില്ല് കണ്ണൂരിനകത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം ഇതിന് DPR ശേഷം വന്നതാണ്. ബാക്കിയെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. എവിടെയാണ് തടസ്സം? ഒരു സ്ഥലത്തും തടസ്സമില്ല എന്നുള്ളത് ഈ കേരളയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൻ്റെ മേലെ ദക്ഷിണ റെയിൽവേ അവരുടെ റിപ്പോർട്ട് കൊടുക്കുകയേ ഉള്ളൂ. കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ദക്ഷിണ റെയിൽവേ പറഞ്ഞിരിക്കുന്നത് കൊടുക്കില്ലെന്ന് പറഞ്ഞോ? പ്രതികൂലമാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്ക് താല്പര്യം ഒന്നേ ഉള്ളൂ. LDF ഗവൺമെന്റ് കാലത്ത് വികസനം നടക്കാൻ പാടില്ല. അതാണ് BJPയുടെ താല്പര്യം. അതാണ് കോൺഗ്രസിന്റെയും താല്പര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല ശ്രീ പ്രകാശ് മാസ്റ്റർ. മാതൃഭൂമിക്ക് എന്തായാലും അങ്ങനെ ഒരു താല്പര്യമില്ല. LDFന്റെ കാലമെന്നോ UDFന്റെ കാലമെന്നോ വ്യത്യാസമില്ല. വികസനം നടക്കണം. വികസനം പക്ഷെ പ്രായോഗികമായ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള
LDF നടത്തരുത്. ജനതാല്പര്യം അനുസരിച്ചുള്ള വികസനമാണ്. ജനങ്ങൾക്ക് അതിൽ കൺസേൺസ് വരുമ്പോൾ സ്വാഭാവികമായും അത് മാധ്യമങ്ങൾ വഴി പ്രതിഫലിക്കും. അല്ലാതെ വികസനം വേണ്ടെന്നോ കേരയിൽ വേണ്ടെന്ന് പോലുമോ ഉള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇവിടെ പ്രശ്നം എന്താ, സദേൺ റെയിൽവേ അവരുടെ കൺസേൺസ് പറയുന്നു. അത് അഡ്രസ് ചെയ്യാതെ റെയിൽവേ ബോർഡ് എന്തായാലും ഈ പദ്ധതിക്ക് അനുമതി തരില്ലല്ലോ. റെയിൽവേ ബോർഡ് പദ്ധതിക്ക് അനുമതി തരില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷെ അതിനു മുൻപ് ഈ കൺസേൺസ് പരിഹരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം തന്നെ അടിമുടി രൂപമാറ്റം വരുത്തുമോ എന്നുള്ളതായിരുന്നു. അതും വേണ്ടിവരും. ഒരു രൂപമാറ്റം വരുത്തണ്ട, ഒരു രൂപമാറ്റം വരുത്തേണ്ടെന്ന്. ഇവിടെ നമ്മുടെ ഈ DPR കൊടുത്തതിന് ശേഷമാണ് റെയിൽവേ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. കേന്ദ്ര റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിക്ക് അതിലെന്താ, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ജനറലായിട്ട് ഈ പദ്ധതി അംഗീകരിക്കുന്നു, യു ക്യാൻ പ്രൊസീഡ്. അത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, കേരളത്തിലെ ഗവൺമെന്റ് അല്ല, കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ സെക്രട്ടറിയാണ്. കേന്ദ്ര മന്ത്രി അയച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്ത്, യു ക്യാൻ പ്രൊസീഡ്. അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത്. പിന്നെ അത് കിട്ടാനേ പോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന ന്യായം എന്താ? റെയിൽവേ ബോർഡിന് മുമ്പിലാണല്ലോ കാര്യമുള്ളത്. കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന കാര്യം എന്താ ഉള്ളത്? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, കിട്ടാൻ പാടില്ല. UDF ഈ ഗവൺമെന്റ് കാലത്ത് ഒരു വികസനവും വേണ്ട. അതിപ്പോ ജനങ്ങളുടെ നെഞ്ചത്തൂടെ ആവരുത് എന്നൊരു താല്പര്യമുണ്ട്. അതിന് അത്രേ ഉള്ളൂ. ഇവിടെ റെയിൽവേ റെയിൽവേ വികസിക്കേണ്ടെന്നോ ട്രെയിൻ വേണ്ടെന്നോ ഒന്നും ഉള്ള ഒരു അഭിപ്രായം എനിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കക്ഷികൾക്ക് പോലും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ആര് പറയുന്നില്ലെന്ന്? പൊളിറ്റിക്സ് ആണത്. വികസനം വേണം, ഗവൺമെന്റ് കാലത്ത് വേണ്ട. അതാണ് നിലപാട്. അതിന് വേണ്ടിയുള്ള വാദമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, കേരളത്തിൽ വന്നിരിക്കും. ആരെല്ലാം തടയാൻ ശ്രമിച്ചാലും കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാണല്ലോ. റെയിൽവേ ബോർഡ് തീരുമാനിക്കണമല്ലോ. എടുക്കാനിരിക്കുന്ന ഒരു തീരുമാനം അനുകൂലമായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് എന്ന നിഗമനത്തിലാണോ വന്നിരിക്കുമെന്ന് പറയുന്നത്? എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ എടുക്കേണ്ട ഒരു തീരുമാനത്തിൽ കേരളയിൽ വന്നിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുക? അവർ അംഗീകാരം തന്നാൽ ഇവിടെ നടപ്പാക്കാം, വേണമെങ്കിൽ പറയാം. പരമാവധി നിങ്ങള് പ്രധാനമന്ത്രി എല്ലാ കാലത്തും നരേന്ദ്രമോദിയും BJP ആയിരിക്കില്ലല്ലോ പ്രധാനമന്ത്രി സ്ഥാനത്ത്. ശരി ശരി, രാജ്യത്തിലെ ജനങ്ങളുടെ വികാരം അംഗീകരിക്കുന്ന ഗവൺമെന്റുകൾ വരുമല്ലോ. നിങ്ങൾ ഈ മൂക്ക് മുറച്ച് ശകുനം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ശരി ശരി, കേരളത്തിൽ റെയിൽ വരും എന്നുള്ളതിൽ ഇപ്പോ വന്ദേ ഭാരത് വന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര വലിയ സ്വീകാര്യതയാ? എത്രയോ മാസങ്ങൾ അങ്ങോട്ടേക്ക്. ഇത് സാധാരണക്കാർക്ക് ഒറ്റക്കാരും കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ റെയിലും റോഡും വരുമ്പോ ആളുടെ സ്ഥലം നഷ്ടപ്പെടാതെ എവിടെയാ വന്നിട്ടുള്ളത്? എങ്ങനെയാ വരിക? അതെല്ലാം വരുമ്പോ അത് പ്രയാസം ഉണ്ടാവുമല്ലോ. ആ പ്രയാസമുള്ളവരെ ചൂണ്ടിക്കാട്ടിയിട്ട് അവരെ കൊണ്ട് കുഴപ്പമുണ്ടാക്കി ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനെപ്പറ്റി അമ്മണിയമ്മയുടെ അടുപ്പിൽ ഇത് മറ്റവരുടെ വീട്ടിനടുത്ത് അങ്ങനെ തന്നെയല്ലേ എല്ലാ റോഡും വന്നത്. എല്ലാവരുടെയും വീട്ടിൽ നിങ്ങളെ വീട്ടിൽ സ്ഥലം എടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത റോഡിന്. അപ്പോൾ അമ്മണിയമ്മയുടെ അടുക്കളപ്പുറത്തൂടെ റോഡ്, ഇപ്പൊ ഒരാളുടെ വീട്ടിന്റെ അടുത്തൂടെ റോഡ്, അങ്ങനെയല്ലേ റോഡും അതുപോലെ റെയിലും ഒക്കെ വരിക. ഒരുപാട് കാലം കൊണ്ട് ആയിക്കോട്ടെ, ആരായാലും ശരി ശരി ശരി, ഓക്കെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ജനങ്ങളെ സ്ഥലം എടുക്കാണെന്ന് ഒരു ദിവസം. ശരി, ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഒരു തരത്തിലും നടപ്പാകാത്ത പദ്ധതിയാണെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഇതൊക്കെ സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനപ്പുറത്ത് പൊളിറ്റിക്കൽ ഒബ്ജക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ പ്രകാശം മാഷ് പറഞ്ഞതുപോലെ LDF ഇവിടെ ഭരിക്കുമ്പോൾ ഈ കേരളയിൽ വേണ്ട, അല്ലെങ്കിൽ കേരളീയർക്ക് ഈ കേരളയിൽ വേണ്ട, അല്ലെങ്കിൽ അതിവേഗ ട്രെയിൽ വേണ്ട എന്ന നിലയ്ക്കുള്ള ഒബ്ജക്ഷൻ ആണോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്? രാഷ്ട്രീയമാണോ ഇതിന് പിൻപിൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ പ്രപ്പോസ് ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ് ഈ പറഞ്ഞ പദ്ധതി നടപ്പാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തത്വത്തിൽ അനുമതി ഉണ്ടായിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തത് ഇവിടുത്തെ കേവല രാഷ്ട്രീയം വെച്ചാണോ? എന്തായാലും രാഷ്ട്രീയം ഈ ചർച്ചയിൽ പറഞ്ഞത് മിസ്റ്റർ പ്രകാശനാണ്. മിസ്റ്റർ പ്രകാശൻ പറഞ്ഞു, എല്ലാ കാലത്തും നരേന്ദ്രമോദി അധികാരത്തിലില്ലല്ലോ, അപ്പം നരേന്ദ്രമോദി അധികാരത്തിലില്ലെങ്കിൽ മറ്റ് സർക്കാർ വരുമ്പം ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസും CPM-ഉം ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കേരളയിൽ നടപ്പാക്കും എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നോട്ടയുമായി മത്സരിക്കുന്ന CPM സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കി കേരളയിൽ നടപ്പാക്കും എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം മിസ്റ്റർ പ്രകാശൻ പറഞ്ഞു, നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം കേരളയിൽ വരില്ല. അതെന്തായാലും അദ്ദേഹം പറഞ്ഞത് നന്നായി. കാരണം അത് ഞാനാണ് പറയേണ്ടത്.
പക്ഷെ അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് അല്ല, പറഞ്ഞു. ഞാൻ ചോദിച്ചത് അതിന്റെ വളരെ കാരണമാണ്. സന്നിഗ്ധമായിക്കൊണ്ട് തന്നെ അതിന്റെ കാരണം എന്താണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? 2021 പറയാം. ജനുവരി വരെയും പറയാം. ഈ പദ്ധതി നിങ്ങൾ നടത്തണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നല്ലോ. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ സിൽവർ ലൈൻ വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം വളരെ വ്യക്തമല്ലേ? അതിൻ്റെ കാരണം ഇത് കേന്ദ്രവും കേരളവും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് തമ്മിലുള്ള സംയുക്തമായ പദ്ധതിയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അത് കേരളത്തിന് കൊടുക്കണ്ട, അത് മറ്റ് സംസ്ഥാനത്തിന് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല BJP. അതുകൊണ്ടാണ് കേരളത്തിന് കൊടുത്തത്. പക്ഷേ കേരളത്തിന് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു DPR വേണം. ആ DPRുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠനം ഉണ്ടാവണം. ആ സാമൂഹിക ആഘാത പഠനം മാത്രമല്ല, ഒരു ജനകീയ ചർച്ചയുണ്ടാവണം. അപ്പോൾ ഇവിടെ DPR ഇല്ല, സാമൂഹിക ആഘാത പഠനം കൃത്യമായി നടത്തിയിട്ടില്ല, ജനകീയ ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ ഭൂമി പിടിച്ചെടുത്ത് അവിടെ കുറ്റിയടിച്ച് ജനങ്ങളെ മുഴുവനും വല്ലാതെ അപായപ്പെടുത്തി ആശങ്കയുണ്ടാക്കി അവർ ഭൂമിയിൽ കുറ്റിയടിച്ച് റെയിൽവേ നടത്താൻ പോകുന്നു, ഇതാ ഞങ്ങൾ കേരളയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളുമായി യുദ്ധപ്രഖ്യാപനം നടത്തി. അങ്ങനെ ജനങ്ങളുമായി യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ജനങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി ഒരു വികസന പ്രവർത്തനവും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, അവിടെയുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ DPR പോരാ, അപര്യാപ്തമാണ്. ഈ DPR പുതുക്കണം, സാമൂഹ്യാഘാത പഠനം നടത്തണം. അങ്ങനെ സാമൂഹ്യാഘാത പഠനം നടത്തുമ്പോൾ പബ്ലിക് ഹിയറിംഗ് വേണം. ഈ കാര്യങ്ങളൊക്കെ പാലിച്ചാൽ കേരളയിൽ നടപ്പാക്കാമെന്നുള്ളതാണല്ലോ പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഒരിക്കലും ഇത് നടക്കില്ല എന്നുള്ളതല്ലല്ലോ. ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ ഞങ്ങൾ. റെയിൽവേ ബോർഡ് ഈ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിൽ BJP കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ലേ? ഇത് രാഷ്ട്രീയമല്ലെന്ന്. രാഷ്ട്രീയത്തിനപ്പുറത്ത് മാനുഷികമാണ്. ഇത് സാധിക്കില്ല. 2-3 കാരണം കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് റെയിൽവേയിലെ BJPയുമായി ബന്ധപ്പെട്ട മിസ്റ്റർ ശ്രീധരൻ സാർ അദ്ദേഹം സൂചിപ്പിച്ചു. അതുമാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്തുകൂടെ ഇത് കയറ്റി കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെ നിങ്ങൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാലും വിരോധമില്ല, രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാലും വിരോധമില്ല. അതുകൊണ്ടാണ് ഇതൊന്നും നടപ്പാക്കാതെ, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുക, ഇതൊന്നും നടപ്പാക്കാതെ ഈ അടുക്കളയിലും കക്കൂസിലും കയറി കുറ്റിയടിച്ചത് എന്തിനാ? അത് കുറ്റിയടിച്ചത് എന്തിനാണെന്ന് 26/2/2001 തീയതിയിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അഭിമുഖം വന്നിരുന്നു. ആ അഭിമുഖത്തിൽ 80% ഭൂമിയിൽ കുറ്റിയടിച്ചാൽ മാത്രമേ വിദേശ ഫണ്ടിങ് കിട്ടുള്ളൂ. അത് ദ പ്രിൻ്റ് എന്ന് പറയുന്ന ആ മാധ്യമത്തിലൂടെ 25/2/2020 ഇത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ഈ സ്റ്റാൻഡേർഡ് ഗേജിൽ വെച്ചിട്ടുള്ളത് ഇത് വിദേശ പണം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കാട്ടിയിട്ടുള്ള പരിപാടിയെല്ലാം അവിടെയുള്ളൊരു പ്രശ്നം ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ പറഞ്ഞ വിദേശ ഏജൻസിയിൽ നിന്ന് ജയ്ക്കയിൽ നിന്ന് പണം കിട്ടാനുള്ള നടപടികൾ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ ത്വരിതപ്പെടുത്തൂ, ഒപ്പം സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 5 ജനുവരി 2021 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശ്രീ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ഞാൻ ആ കത്തിന്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ വായിച്ചു നോക്കാം. ദ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഏജൻസി PIA അഥവാ കേരള ഗവൺമെന്റ്. ഇതൊക്കെ പഴയതല്ലേ? അതെ, ഇതൊക്കെ പഴയതാണ്. ഇതൊന്നും നിങ്ങൾ വായിക്കണ്ട. ഇതൊക്കെ എത്ര പ്രാവശ്യം വായിച്ചതാണ് നമ്മൾ? എത്ര വായിച്ചതാണ്? അതൊന്നും പറയണ്ട. അല്ല, നമ്മൾ കുറെ വായിച്ചതാണെന്ന്. ഇതൊക്കെ നമ്മൾ കുറെ വായിച്ചതാ. 2 കൊല്ലം മുമ്പ് വായിച്ചതും നമ്മളൊക്കെ സംസാരിച്ചതും 2 കൊല്ലം മുമ്പുള്ള കേന്ദ്ര ധനമന്ത്രി കേരളത്തോട് ഒരു കത്തയക്കുകയാണ്. ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അതേ ഏജൻസിയോട് പിന്നെ പൈസ കിട്ടുന്ന കാര്യം നിങ്ങൾ എൻഗേജ് ചെയ്യൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തൂ. ഇത് ജനുവരി, ഇതിന് ശേഷമാണ് ഈ പറഞ്ഞ മഞ്ഞക്കല്ലും കുറ്റിയിടലും സകല ഏർപ്പാട് നടന്നത്. എൻ്റെ അഭിലാഷ് മോഹൻ, താങ്കൾ ഒരു സാമാന്യ യുക്തിയില്ലാതെ സംസാരിക്കല്ലേ? ഒരു കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളുടെ വികസന പ്രവർത്തനത്തിന് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ അടുക്കളയിൽ കയറി കല്ലിടുന്നതിനർത്ഥം ചോദ്യം ചെയ്യാതെ അവരുടെ കക്കൂസിൽ കയറി അവരെ പുറത്താക്കി കല്ലിടുന്നതിനർത്ഥം നിങ്ങൾ എന്ത് സാർ അത് രണ്ടും രണ്ടാണ്. കേന്ദ്ര ധനമന്ത്രി പറയുന്നത് അതിൻ്റെ സാമ്പത്തിക വശമാണ്, അതിൻ്റെ ശാസ്ത്രീയമായ വശം പറയേണ്ടത് റെയിൽവേ ബോർഡാണ്.
പൈസ കിട്ടിയത് കൊണ്ട് കേന്ദ്ര ധനമന്ത്രി പൈസ തന്നുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ പൈസ കുറേ കൊടുക്കാൻ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. അതിൻ്റെ അനുമതി നേടേണ്ടത് എവിടുന്നാ? അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി സമർപ്പിക്കേണ്ടത് എവിടുന്നാ? റെയിൽവേ അതിന്റെ ബോർഡ് സാങ്ഷൻ കിട്ടുന്ന എവിടുന്നാ? അതൊക്കെ റെയിൽവേ ബോർഡ് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഈ വാദം പറഞ്ഞു, താങ്കൾ ധനമന്ത്രിക്ക് അതൊരു പ്രശ്നമല്ല. അല്ലല്ല, താങ്കൾ പറഞ്ഞു ഇവിടുന്ന് വായ്പ കിട്ടാൻ വേണ്ടി ഇവിടെ കുറെ കാര്യങ്ങൾ നടന്നു, വായ്പ കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ നടത്തിയെന്ന് ഇന്റർവ്യൂവിൽ താങ്കൾ വായിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂവിൽ വായിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കേന്ദ്ര ധനമന്ത്രി കേരളത്തോട് പറയാണ്, ദി ഗവൺമെന്റ് ഓഫ് കേരള മേ എൻഗേജ് വിത്ത് ജെയ്ക്ക ടു മൂവ് ഫോർവേഡ് ടു ഫൈനലൈസ് ദ ഡിസൈനിങ് ഓഫ് പാക്കേജസ് വിച്ച് വുഡ് ഫെസിലിറ്റേറ്റ് കോ ഫിനാൻസിംഗ്. And in the meanwhile, അതിനിടയ്ക്ക് ലാൻഡ് അക്വിസിഷൻ ആൻഡ് അതർ ക്ലിയറൻസസ് മേ ബി എക്സ്പെഡിറ്റഡ് ബൈ ദ PIA എന്ന് പറഞ്ഞാൽ പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസി, അതായത് കേരള സർക്കാർ. അപ്പോൾ കേരള സർക്കാർ ജയിക്കയോട് പൈസ കിട്ടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുക, അതേ സമയം തന്നെ ഇവിടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നാണ്. നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമന്റെ ഒപ്പുള്ള കത്താണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയ്ക്ക്. എൻ്റെ അഭിലാഷ, ഇതൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തതാ. നാളെ വേണമെങ്കിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ, കേരളത്തിലെ ജനങ്ങളുടെ പള്ളയിൽ ചവിട്ടാതെ, കേരളത്തിലെ ജനങ്ങളുടെ തലമണ്ടയിൽ കുറ്റിയടിക്കാതെ, ഒരു വിഷമവും കേരളത്തിലെ ജനങ്ങൾക്കോ പാരിസ്ഥിതികമായോ ഇല്ലാത്ത ഏത് വികസനവും സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കും. അതിന് പൈസയും കൊടുക്കും. അതിന് വേണ്ട കാര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ പറയും. അതിന് കേരളത്തിലെ സംസ്ഥാന സർക്കാർ എടുക്കേണ്ട സമീപനം എന്താ? ശരി, അതൊക്കെ രണ്ടാണ്. അവിടെ നിങ്ങൾ അനുമതി കൊടുക്കുന്നത് എങ്ങനെ? അതാണ് കാരണം. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ തന്നെ വേണ്ടത്. റെയിൽവേ നരേന്ദ്രമോദി അങ്ങനെയല്ല. ഇല്ല. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഇന്നത്തെ രീതിയിൽ നടപ്പില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. CPM-കാരൻ ഗോവിന്ദ മാഷ് അപ്പം വെക്കാൻ വേണ്ടി തീരുമാനിച്ച ഇന്നത്തെ ഈ സമീപനം നടക്കില്ല. ഞാനതാ പറഞ്ഞേ, ഇന്നത്തെ രീതിയിൽ നടപ്പാക്കും എന്നാണല്ലോ പ്രകാശ് മാഷ് പറഞ്ഞത്. ആ ഇന്നത്തെ രീതിയിൽ നടപ്പാക്കണമെങ്കിൽ സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിയാവണം. അല്ലെങ്കിൽ ഇവിടെ ചാമക്കാലയും കോൺഗ്രസും കൂടിച്ചേർന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയും ഇവർ പറയുന്നതനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്യണം. അത് രണ്ടും നടപ്പാക്കാത്തതാ. അതുകൊണ്ടാണ് ഇതൊരിക്കലും നടപ്പാവില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ സാങ്കേതികമായി റെയിൽവേ ബോർഡ് അനുമതി കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് ഉണ്ടാക്കുന്ന സാമ്പത്തിക ഭാരം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലുതാണ്. ഇതിപ്പോൾ വർഷം പിന്നെയും കടന്നു പോവാണ്, കോസ്റ്റ് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് കടമെടുത്താലും ആത്യന്തികമായി ആ കടഭാരം നമ്മുടെ മുകളിലാണ് പതിക്കുക എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഫിനാൻഷ്യലി ഫീസിബിൾ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റെയിൽവേ ബോർഡ് അനുവദിച്ചാൽ അത് നടപ്പാകുമെന്ന് പറയുന്നതിനകത്ത് തന്നെ ആത്മാർത്ഥത പ്രതീക്ഷിക്കണം. യഥാർത്ഥത്തിൽ കേരളയിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് ആഗ്രഹമുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ പ്രകാശൻ അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയിൽ ഞാൻ ഒരാളും എതിർഭാഗത്ത് 3 പേരുമെന്നാണ്. ഈ ചർച്ചയിലായതുകൊണ്ടാണ് താങ്കൾക്ക് 25% അവസരം ലഭിക്കുന്നത്. കേരളീയ സമൂഹത്തിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ താങ്കൾ പ്രതീക്ഷിച്ച ഈ 25% അവകാശം പോലും താങ്കൾക്കും സർക്കാരിന് ലഭിക്കില്ല എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ പറഞ്ഞു റെയിൽവേയെ സംബന്ധിച്ച്, ഈ റെയിൽവേയുടെ ഈ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നതിന് മാതൃഭൂമിയുടെയോ അഭിലാഷ് മോഹൻ്റെയോ ഒക്കെ അനുവാദം വേണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയൊന്നും അങ്ങ് ചോദിച്ചു പോകരുതേ മിസ്റ്റർ പ്രകാശൻ. ഇവിടെ ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഭാഗമായി ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ആ കടമ്പകളൊന്ന് കടക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ കുറ്റിയടിയുമായിട്ടിറങ്ങിയത്. ഇവിടെ പാരിസ്ഥിതിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ ടെക്നോളജിയെ സംബന്ധിച്ച്, ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിനെ സംബന്ധിച്ച് ഒരു പഠനവും നടത്താതെ നിങ്ങൾ ഈ പ്രോജക്റ്റുമായി പോകുന്നത് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഫീസിബിൾ ആകില്ല എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായ ലാഭം മാത്രമല്ല നമ്മൾ പറയുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെയുള്ള നിരവധി ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെതിരാണ് എന്ന് കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പഠനം നടത്തുകയും UDF-ഉം UDF-ലെ ഘടകകക്ഷികളും പ്രത്യേകം പഠനം നടത്തുകയും ഞങ്ങളുടെ സുചിന്തിതമായ ഒരു തീരുമാനമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, താങ്കൾ ഈ കാലം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പറഞ്ഞു. കാലം കഴിഞ്ഞു പോകുമ്പോൾ ടെക്നോളജിയും ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ടെക്നോളജി മാറിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് മുതൽ ഷൊർണൂർ വരെയുള്ള റെയിൽവേ ട്രാക്കുകളുടെ നവീകരണം, അത് സിഗ്നലിംഗ്, ഓട്ടോ സിഗ്നലിംഗ് ഉൾപ്പെടെ, അതുപോലെ തന്നെ വളവുകൾ നികർത്തുന്ന ഉൾപ്പെടെയുള്ള ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന റെയിൽവേ മന്ത്രാലയം. അപ്പോൾ ആ രീതിയിൽ നിരവധി പദ്ധതികൾ, ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഈ രാജ്യത്തും ലോകത്തും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്റ്റാൻഡ് ലോൺ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കെ നിരവധി ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്.
അതിരിക്കുമ്പോഴാണ് ഇങ്ങനെ പോകാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞു വന്നത്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ മന്ത്രി, കേന്ദ്രമന്ത്രി ഈ അടുത്ത സമയത്ത് കേരളയിൽ വന്നിരിക്കും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കുറേ കാലമായി ശ്രീ പ്രകാശൻ. അതിനുശേഷം ഇപ്പോൾ താങ്കൾ വീണ്ടും പിന്നെ ആർജവത്തോടുകൂടി പറയുന്നു കേരളയിൽ ഇവിടെ വന്നിരിക്കും കേട്ടോ എന്ന്. കേരളത്തിൽ വരണമെങ്കിൽ ഈ രീതിയിൽ വരികയേയില്ല. കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക ബാധ്യതകളെ സംബന്ധിച്ചും ഈ പറയുന്ന പോലെ പരിസ്ഥിതി ആഘാതത്തെ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുക്കാതെ ഇത്തരത്തിൽ ഈ പ്രോജക്റ്റ് ഇവിടെ നടക്കില്ല, ഇത് ഫീസിബിൾ അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഇവിടെ അശ്വിനി വൈഷ്ണവ് തിരുവനന്തപുരത്ത് തന്നെ പത്രസമ്മേളനം നടത്തി ഞാനും അഭിലാഷും ഉൾപ്പെടെ കേട്ടതാണ്. നിങ്ങൾ ഒരു ഫ്രഷ് DPR സമർപ്പിക്കൂ എന്നാണ് സംസ്ഥാനത്തോട് പറഞ്ഞത്. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്താണ് പറയുന്നത്? ഞങ്ങളോട് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല, മന്ത്രി പത്രസമ്മേളനത്തിലൂടെ പറയുന്നത് കേട്ടതേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഫ്രഷ് DPR സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ റെയിൽവേ, ഞാൻ വീണ്ടും പഴയതിലേക്ക് തന്നെ മടങ്ങി വരുന്നു, റെയിൽവേയാണ് ഇതിനകത്തെ ഒരു പാർട്ടി. ആ റെയിൽവേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റായി കണക്കാക്കുന്നത് ഈ പ്രോജക്റ്റിൽ അവരുടെ 49% ഓഹരി വിഹിതമായി കണക്കാക്കുന്നത് അവരുടെ കൈവശമുള്ള ഭൂമിയാണ്. ആ ഭൂമി നൽകുന്നതിന് ഇപ്പോഴത്തെ ഈ DPR എങ്ങനെയാണ് റെയിൽവേക്ക് അംഗീകരിക്കാൻ കഴിയുക? ഈ DPR റെയിൽവേ സ്റ്റേഷൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടി മാത്രം പിന്നെ എല്ലാം റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിയുമോ? അപ്പോൾ ഒട്ടും സാങ്കേതിക മികവില്ലാത്ത ഒരു പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ഈ അലൈൻമെൻറ്റിലൂടെ പോകാൻ കഴിയില്ല. ഈ അലൈൻമെൻറ്റിലൂടെ പോയാൽ പോലും റെയിൽവേ പറഞ്ഞിട്ടുള്ള ഭൂമി നൽകാൻ കഴിയില്ല. അപ്പോൾ റെയിൽവേയെ സംബന്ധിച്ച് 49% ഷെയർ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ റെയിൽവേ സാമ്പത്തികം കൊടുക്കേണ്ടി വരും. റെയിൽവേ അങ്ങനെ സാമ്പത്തികമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിൻ്റെ നൂലാമലകൾ വേറെയാണ്. അങ്ങനെ സാമ്പത്തികമായി തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം, അഭിലാഷം, നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി, നല്ല കാര്യമാണ്, കഴിഞ്ഞ 2 വർഷമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും അതുപോലെ തന്നെ NHAIയും ഒക്കെ ഏതെങ്കിലും പ്രോജക്റ്റുകൾക്ക് ടെൻഡർ ചെയ്യണമെങ്കിൽ ആ പ്രോജക്റ്റിന് ആവശ്യമായ ഭൂമിയുടെ 90% ലാൻഡ് അക്വിസിഷനും പൂർത്തിയായതിനു ശേഷം മാത്രമേ ടെൻഡർ നടപടികളിലേക്ക് പോകാവൂ എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറയുന്ന ഫണ്ടിങ് ഏജൻസികൾ പലപ്പോഴും ഈ ഒരു പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് ഫണ്ട് അനുവദിക്കുകയും, അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ഫണ്ടിങ് ഏജൻസികൾ ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ്, അവർ അനുവദിക്കുകയും, എന്നാൽ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി, അത് കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സഹായത്തോടെ നടത്തുന്ന പ്രോജക്റ്റ് ആയാലും ആ പ്രോജക്റ്റിൻ്റെ റീപേയ്മെൻറ്റ് നടക്കാതെ വരികയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഏജൻസികൾ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സർക്കാർ തലത്തിൽ തന്നെ ഈ 90% ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് മാത്രമേ ഈ പ്രോജക്റ്റിന് ഫണ്ട് അനുവദിക്കാവൂ എന്ന തീരുമാനമെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന 49%നും അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അവരുടെ ലാൻഡാണെങ്കിൽ ആ ലാൻഡ് ഏതാണെന്ന് കണ്ടെത്താതെ നിങ്ങൾ എന്തിന് സാധാരണക്കാരുടെ നെഞ്ചത്തിട്ട് കയറാൻ പോയി? അതിന് മറുപടി പറയണ്ടേ? അത് പറഞ്ഞാലേ മതിയാവൂ. ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന പബ്ലിക് ആണെങ്കിൽ തന്നെ ഈ പബ്ലിക്കിൻ്റെ ഈ പ്രോപ്പർട്ടി, അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് എന്തായാലും അത് ഏറ്റെടുക്കാൻ പോയത് നിങ്ങൾ എന്ത് ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾ പോയിട്ടുള്ളത്? അത് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത്? ആ ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുള്ള അഥവാ കല്ലിട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും ഐഡ്ലിംഗ് സ്റ്റേജിലല്ലേ? ആ ലാൻഡ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? മകളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു പഠനത്തിനോ ഒരു കല്യാണത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ആ ലാൻഡ് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ ഇപ്പോഴും ഉള്ളത്? അല്ല. അങ്ങനെ നിങ്ങൾ ഈ കേരളത്തിൻ്റെ സാധാരണക്കാരുടെ നെഞ്ചത്തിട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഏറ്റവും അവസാനം റെയിൽവേയുടെ തീരുമാനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അപ്പോൾ റെയിൽവേയെ പോലും, കൂടെയുള്ള പാർട്ണറെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്ന ഈ രീതി ഈ സർക്കാരിനെ സംബന്ധിച്ച് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നു. ഈ ലാൻഡ് അക്വിസിഷൻ നടത്തിയതിനു ശേഷം നിങ്ങൾ ഈ പറയുന്ന JKയിൽ നിന്ന് ലോണും അടിച്ചു മാറ്റി അതിൻ്റെ കമ്മീഷൻ കൊണ്ട് പോകാനായിരുന്നു എന്ന ഞങ്ങളുടെ മുൻ ആരോപണം കൂടുതൽ ഗൗരവമുള്ളതായി മാറുന്നത് ഇത്തരത്തിൽ റെയിൽവേയുടെ ഇടപെടൽ വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ പദ്ധതി ഇത്തരത്തിൽ നടപ്പിലാകില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഇതിൽ നിങ്ങളുടെ കമ്മീഷൻ മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന കത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും. ഓക്കെ, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ബാബുരാജ്, ഇവിടെ ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി റേറ്റുള്ള 2 വന്ദേ ഭാരതുകൾ കേരളത്തിൽ ഓടുന്നവയാണ്. അതായത് യാത്രക്കാരുണ്ട്, അതേസമയം തന്നെ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയാത്ത വിധത്തിൽ ട്രെയിനുകളുടെ സാന്ദ്രതയുണ്ട്. ഇപ്പോൾ തന്നെ 140% എന്തോ ആണ്. അതുകൊണ്ട് പല ട്രെയിനുകളും പിടിച്ച് ഇടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുണ്ട് എന്നിരിക്കെ, എന്ന് മാത്രമല്ല ഈ റൂട്ട് ലാഭകരവുമാണ് എന്നിരിക്കെ, റെയിൽവേയെ സംബന്ധിച്ച്
ഈ പദ്ധതി മാറ്റിയാൽ, ഇതിന് രൂപമാറ്റം സംഭവിച്ചാൽ, ഇതിന്റെ ഗേജ് മാറ്റിയാൽ, ഇത് ഇന്ത്യൻ റെയിൽവേയുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്കി മാറ്റിയാൽ സ്റ്റിൽ കേരളത്തെ സംബന്ധിച്ച് ഇതുപോലത്തെ ഒരു പദ്ധതിക്ക് റെയിൽവേ ബോർഡും കേന്ദ്രവും അനുമതി നൽകാനുള്ള സാധ്യത അവിടെ ബാക്കി നിൽക്കുന്നില്ലേ? ഈ പദ്ധതി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഇതുപോലെയുള്ള ഒരു വേഗ അല്ലെങ്കിൽ അതിവേഗ പദ്ധതിയെ സംബന്ധിച്ച് കേരളം വരുന്ന ഒരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിലൊന്നും ഉണ്ടായിക്കൂടാ എന്നുണ്ടോ? അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേ ട്രാക്കിന് പറയാമല്ലോ അല്ലേ, അപര്യാപ്തതകൾ ഉണ്ടെന്നുള്ള വസ്തുത തന്നെയാണ്. പക്ഷെ അത് ഈ നിലവിലുള്ള റെയിൽവേ സംവിധാനത്തിന് ഒരുപാട് അപര്യാപ്തതകൾ ഉണ്ടെന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ തന്നെ അത് നവീകരിക്കാനുള്ള ധാരാളം സാധ്യതകൾ നിലവിലുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ റെയിൽവേ ബോർഡ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്തത്, ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്തത് ശരിക്കും സ്റ്റാൻഡ് അലോൺ ആയിട്ട് ബ്രോഡ് ഗേജിൽ ഇന്ത്യൻ റെയിൽവേയുടെ 3ാമത്തെയും 4ാമത്തെയും പാത പണിയാൻ വേണ്ടിയാണ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്തത്. അതും ബ്രോഡ് ഗേജിൽ ഇന്ത്യൻ റെയിൽവേ സാധാരണ ഉപയോഗിക്കുന്ന സംവിധാനത്തിൽ ബ്രോഡ് ഗേജിൽ ഇത്തരം ഒരു പാതയെക്കുറിച്ച് എലിവേറ്റഡ് ആയിട്ട് അത് വയഡക്റ്റ് വഴി കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അനുമതിയാണ് കൊടുത്തത്, ഇൻ പ്രിൻസിപ്പൽ അപ്രൂവലാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പ്രോജക്റ്റിൻ്റെ ഇതാദ്യം മാറുന്നു, ട്രാക്ക് തന്നെ ആദ്യം മാറുന്നു. അത് പൂർണ്ണമായിട്ടും സാങ്കേതിക വിദ്യയുടെയും യന്ത്രോപകരണങ്ങളുടെയും ഇമ്പോർട്ടിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് മാറിയത്. അപ്പോൾ ഇത്തരം അപര്യാപ്തതകൾ കൂടുതൽ വീണ്ടും വലിയ അപര്യാപ്തതകളിലേക്ക് മാത്രം കടന്നു പോവുകയും ഒരു പൊതുഗതാഗത സംവിധാനം കേരളീയ സമൂഹത്തിൽ ലഭ്യമല്ലാതെ ആയിത്തീരുകയും ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് മാത്രമേ ഇവരുടെ ഈ പ്രപ്പോസൽ മുമ്പോട്ട് കൊണ്ടുപോവുകയുള്ളൂ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ജൈക്ക പോലുള്ളൊരു സ്ഥാപനമായിട്ടുണ്ടാക്കിയ എന്തെങ്കിലും MOUവിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഭാവിയിൽ അത് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. നമുക്കറിയാം, CPM ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിലെ ടാറ്റയ്ക്ക് സിംഗൂരിൽ കാർ ഫാക്ടറി നടത്താൻ പറ്റാതെ പോയ സാഹചര്യത്തിൽ 766 കോടി നഷ്ടപരിഹാരം കൊടുക്കേണ്ട വന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. നാളെ ജൈക്ക പോലൊരു സ്ഥാപനം ഒരു MOUവിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്നതാണ്, ഞങ്ങളെ യന്ത്രോപകരണങ്ങൾ നിങ്ങൾ വാങ്ങുമെന്ന് കരുതിയിരുന്ന് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ല, ആ പ്രോജക്റ്റ് ഓപ്പറേഷനിലായില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരുന്ന നഷ്ടത്തെ തിരിച്ചു തരാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാകുന്ന സാഹചര്യത്തിലേക്കായിരിക്കും ഒരു പക്ഷേ ഇത് കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നത് റെയിൽവേയുടെ ഉള്ള അപര്യാപ്തതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു പൊതുഗതാഗത സംവിധാനത്തെ എപ്രകാരം നവീകരിക്കുക, എപ്രകാരം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് ഇവർ ഈ സാഹചര്യത്തിൽ ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ കേട്ടു, കഴിഞ്ഞ ദിവസം ശബരി പാതയ്ക്ക് വേണ്ടി പകുതി ചെലവ് സംസ്ഥാന സർക്കാർ ചെലവ് ചെയ്യാൻ, അതിൻ്റെ കോസ്റ്റിൽ പകുതി ഏറ്റെടുക്കാൻ തയ്യാറായതായി കത്ത് കൊടുത്തതായിട്ട് വാർത്ത കണ്ടു. നീതിയുക്തമായൊരു കാര്യമാണത്. കാരണം എന്തായാലും അവിടെ ലാൻഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞു, അവിടെ അതൊരു പൊതുഗതാഗത സംവിധാനമാകും. പക്ഷേ ഈ സിൽവർ ലൈൻ്റെ അവസ്ഥ എന്താണ്? DPRൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വളരെ ഗ്രാജുവലി കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ റെയിൽവേയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പങ്കാളിത്തം കുറച്ചുകൊണ്ട് വന്നത് ഒരു PPP പ്രോജക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ് നിലവിലുള്ളത്. ശരി, അങ്ങനെ പ്രോജക്റ്റ് സംബന്ധിച്ച് തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയേക്കാം. ശ്രേയം പ്രകാശൻ, നോക്കൂ, ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം കമ്മീഷൻ അടിക്കാനുള്ള പദ്ധതി എന്നുള്ളതാണ്. ചരടുകൾ ഉള്ള വായ്പകളെ കുറിച്ച് 2 പതിറ്റാണ്ട് മുമ്പ് CPMന് നിലപാടുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായി ചരടുണ്ട്. കാരണം പ്രൊക്യൂർമെന്റ് ജൈക്കയിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ജപ്പാനിൽ നിന്ന് വേണമെന്നുള്ള കണ്ടീഷനുണ്ട്. കണ്ടീഷനുള്ള ലോൺ എടുത്തത് ഇവിടെ ഈ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന്റെ സാമ്പത്തിക നേട്ടം, കോഴ സാധ്യത മനസ്സിൽ വെച്ചായിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിലാഷേ, ഗോപാലകൃഷ്ണനും ചാമക്കാലക്കും കേരള വിരുദ്ധ സമിതിക്കാരനും ഉന്നയിച്ചിട്ടുള്ള ഗൗരവമായ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. ഇവിടെ JKയുമായിട്ട് ഞങ്ങൾ പ്രാഥമികമായ ചർച്ച പോലും നടത്തിയിട്ടില്ല. പിന്നെ അതിന് കണ്ടീഷനുണ്ട് എന്ന് നിങ്ങളോട് ആരാണ് വെളിപ്പെടുത്തിയതെന്ന് നിങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ മനസ്സിലാക്കാം, എനിക്കതറിയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദിയാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്ന് വരെ കേരളത്തിനെതിരായിട്ട് ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? ആദരണീയനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ചെന്ന് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന്? പിന്നെ മറുപടി, അപ്പോൾ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഇൻ പ്രിൻസിപ്പിൾ വി അപ്രൂവ് യുവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? റെയിൽവേ സെക്രട്ടറി കേരളത്തിൽ കത്തയച്ചിരിക്കുന്ന പ്രൊസീഡ് ചെയ്യാം. നിർമ്മലാ സീതാരാമൻ ഇവിടെ ധനസമാഹരണത്തിനും അതുപോലെ സ്ഥലം ഏറ്റെടുക്കാനുമുള്ള നടപടികൾ നീക്കാം എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? DPRനുണ്ട്, സാമൂഹ്യ ആഘാത പഠനമുണ്ട്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ട്. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇതൊരു വ്യവസായമാണ് റെയിൽവേ എന്ന് പറഞ്ഞാൽ. ഇതിന് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഒരു പൈസയും ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് നീക്കേണ്ടി വരില്ല. പിന്നെ ചാമക്കാലക്കും കോൺഗ്രസിനും ഒരു പ്രശ്നം, അവർക്ക് ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പാടില്ല. അവരിപ്പോൾ വാതക പൈപ്പ് ലൈനിന് എതിരാണ്, K-ഫോണിന് എതിരാണ്, AI ക്യാമറയ്ക്ക് എതിരാണ്, ലൈഫ് പദ്ധതിക്ക് എതിരാണ്, NHന് എതിരാണ്, ജലപാതയ്ക്ക് എതിരാണ്, മലയോര ഹൈവേക്ക് എതിരാണ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നവകേരളത്തിനും എതിരാണ്.
ഇത് അവർക്ക് ഈ ഭരണം കിട്ടാത്തുള്ള കുറുമ്പാണ്. പിന്നെ പിന്തുണയെ സംബന്ധിച്ചൊന്നും ചാമക്കാലം എന്നെ പഠിപ്പിക്കണ്ട. എല്ലാ ദിവസവും ജനങ്ങൾക്ക് കൊടുത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ 20% നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലൊരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയാൽ എനിക്ക് ഒരു സംശയവുമില്ല, മഹാഭൂരിപക്ഷം കേരളയിൽ അനുകൂലിക്കും. പിന്നെ നിങ്ങളുടെ പിന്തുണ വർദ്ധിച്ചാണല്ലോ. സാധാരണ എല്ലാ കാലത്തും ഒരു ഗവൺമെന്റ് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ഗവൺമെന്റ് വരും. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോയിട്ട് പിന്നെ സഹ പിണറായിയുടെ ഗവൺമെന്റ് വന്നു, വീണ്ടും ആ ഗവൺമെന്റ് വന്നല്ലോ. വലിയ പിന്തുണ കൊണ്ടാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കൃത്യമായ നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ പദ്ധതിക്ക് റെയിൽവേ ബോർഡ് ഒരു നിലക്കും അനുമതി നിഷേധിച്ചിട്ടില്ല. റെയിൽവേ ബോർഡിന്റെ കോർട്ടിലാണല്ലോ റെയിൽവേ ബോർഡ് തീരുമാനിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി. എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും സൂപ്പർ പാൻഡോ അവസാനിക്കുന്നു. നമസ്കാരം.